പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കോട്ടകൽ ബൈപ്പാസിൻ്റെ റോഡ് വർക്കിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എടരിക്കോട് ടൗണും ചെങ്കോട്ടി ടൗണും ഒഴിവാക്കിയിട്ട് പുതിയ സ്ഥലം ഏറ്റെടുത്ത ഭാഗത്തു കൂടിയാണ് ബൈപ്പാസ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. പാൽച്ചിറപ്പാട് മുതൽ സ്വാഗതമാട് വരെയാണ് ബൈപ്പാസ് ഉള്ളത്. നിങ്ങൾ ഈ കാണുന്നതാണ് സ്വാഗതമാട് എന്നുള്ള കാഴ്ച ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഈ ഭാഗമൊക്കെ കുറേ ആളുകൾ റോഡിലൂടെ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പാൽച്ചിറമാട് ഈ ഭാഗത്തു നിന്നൊക്കെ തുടങ്ങിയിട്ടാണ് നിങ്ങൾക്ക് കാണാം പഴയ ഹൈവേൻ്റെ ഭാഗം താഴെ കൂടി പോകുന്നത്. ഇവിടെയൊക്കെ പില്ലറിലാണ് ഹൈവേ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെയൊക്കെ മെയിൻ സ്റ്റാൻഡിൻ്റെ ഒക്കെ കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇവിടെ ടാറിംഗ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് കാണാം. പാലത്തിന് മുകളിൽ ക്രാഷ് ബാരിയറിനൊക്കെ നിർമ്മാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നൊക്കെ പാൽച്ചിറമാട് എന്നുള്ള കാഴ്ച ഇട്ടപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ താഴെ കൂടി പോകുന്നത് പഴയ ഹൈവേൻ്റെ ഭാഗമാണ്. താഴെ കൂടി പോകുന്നത് പഴയ ഹൈവേ പാൽച്ചിറമാട് നിന്ന് ഇങ്ങനെ ഇതിലൂടെ പോയിട്ട് എടരിക്കോട് വഴി ചെങ്കോട്ടി വഴിയാണ് പോരുന്നത്. അപ്പോൾ ആ ഭാഗം ടൗണിൻ്റെ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ സ്ഥലം ഏറ്റെടുത്ത ഭാഗത്തു കൂടിയാണ് ഹൈവേ ഇപ്പോൾ പുതിയ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറേ ഭാഗത്ത്. ഇപ്പോൾ എടരിക്കോട് പാടത്തുള്ള അവസ്ഥ നിങ്ങൾ കാണുന്നു കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കട്ട വെച്ച് ഇങ്ങനെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർക്കൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെറിയ പാലം കലുങ്കുമാതിരി ചെറിയ പാലങ്ങളൊക്കെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ 1-2 തോട് പാസ് ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ അതിനുള്ള പാലത്തിനൊക്കെ നിർമ്മാണമൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് മമ്മാലിപ്പടി. ഇവിടെ നിന്നൊക്കെയാണ് ടാറിങ് ഒരുപാട് ദൂരത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ മണ്ണിട്ട് ലെവലാക്കണമെന്നൊക്കെ നിങ്ങൾക്ക് കാണാം. ബാക്കി ടാറിങ് കഴിഞ്ഞ ഏരിയ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ മമ്മാലിപ്പടി തിരൂർ വൈലത്തൂർ ഹൈവേ പാസ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ബസ്സൊക്കെ പോകുന്ന ഭാഗമാണ് തിരൂർ വൈലത്തൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് എടരിക്കോട് നിന്ന് തുടങ്ങിയിട്ട് അതിന് ക്രോസ് ആയിട്ടൊക്കെയാണ് ഈ ഹൈവേ ഇതിലൂടെ കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിൽ സർവീസ് റോഡ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാടത്തു കൂടി തന്നെയാണ്. നല്ല അടിപൊളി കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് തന്നെ സ്വാഗതമാട് വരെയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആയിരിക്കും കേട്ടോ. അവിടെയൊക്കെ ഒരു സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഒരു സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻ റോഡിൻ്റെ ടാറിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പാൽച്ചിറമാട് ഭാഗത്തൊക്കെ നല്ല ഹൈറ്റുള്ള പ്രദേശമാണ്. പിന്നെ കുറേ ദൂരത്തിൽ ഇവിടെയൊക്കെ വയലാണ്. പാൽച്ചിറമാട് അവിടെ കുറേ ദൂരത്തിൽ പില്ലറിൽ വർക്ക് നടക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പാടത്തുനിന്ന് കുറച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് കയറ്റം കയറി കഴിഞ്ഞാൽ സ്വാഗതമാട് എത്തുമ്പോൾ നല്ല ഹൈറ്റുള്ള പ്രദേശമാണ്. ആ ഭാഗത്തൊക്കെ മണ്ണ് കുറച്ച് ഭാഗത്ത് പില്ലറിലും വർക്ക് നടക്കുന്നുണ്ട്. കുറേ ഭാഗത്ത് മണ്ണ് താഴ്ത്തിയിട്ടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ വർക്ക് നടക്കുന്ന ഭാഗത്തിൻ്റെ പ്രത്യേകത ഇതാണ്. കുറേ ഭാഗത്ത് ഹൈറ്റുള്ള പ്രദേശമാണ്, കുറേ താഴ്ന്ന പ്രദേശമാണ്. നമ്മൾ തൃശ്ശൂർ ജില്ലയിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കൂടുതൽ റോഡ് കടന്നു പോകുന്നത് തീരദേശത്ത് കൂടിയാണ്. ഇവിടെ ജനതാമസമുള്ള ഏരിയ കൂടിയാണ് റോഡ് കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞ ഭാഗത്തൊക്കെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ ക്രാഷ് ബാരിയറൊക്കെ വെക്കാനൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ക്രാഷ് ബാരിയർ റെഡിമെയ്ഡായി നിർമ്മിച്ചതാണ്. അത് ഇവിടെയൊക്കെ സ്ഥാപിക്കാനുണ്ട്. ഇതൊക്കെ വർക്കാണ് ഇനി നടക്കാനുള്ളത് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് തോടുകളൊക്കെ പാസ് ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പാലങ്ങളൊക്കെ ഇവിടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിലൊക്കെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറേ ദൂരത്തിൽ തന്നെ ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞ ഏരിയ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ ഒരു തോടാണ്. ആ തോടിന് കുറുകെയാണ് ഒരു പാല നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ മണ്ണിട്ട് ഇങ്ങനെ ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറേ മണ്ണിട്ട് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മണ്ണ് ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ സ്വാഗതമാട് മുകൾ ഭാഗത്തു നിന്നൊക്കെ മണ്ണ് കുറേ താഴ്ത്തിയിട്ടാണ് റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ ലഭ്യതക്കുറവ് അധികം ഇവിടെ ഇല്ല. ആ മുകൾ ഭാഗത്തുള്ള മണ്ണ് അതുപോലെ തന്നെ താഴെ ഭാഗത്ത് ഇതേപോലെ കൊടുന്ന് ലെവലാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ ഞങ്ങൾക്ക് കാണാൻ ചെറിയ പാലങ്ങളൊക്കെ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത്. ഇതിലൂടെയാണ് പുതിയ സ്ഥലം ഏറ്റെടുത്ത ഈ ഭാഗത്തു കൂടിയാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്. നല്ല വീതിയിൽ തന്നെ സ്ഥലം ഒരുപാട് അത്യാവശ്യം സ്ഥലമൊക്കെ ഇവിടെ ഏറ്റെടുത്തിട്ടുണ്ട്. ഒക്കെ മണ്ണിങ്ങനെ
ടിപ്പറിൽ കൊടുന്ന് തട്ടുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഒരുപാട് മണ്ണൊക്കെ ഇവിടുന്ന് നീക്കം ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ തകൃതിയായിട്ട് വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ്ട് കുറച്ച് ദൂരത്തിൽ പില്ലറിലാണ് റോഡുള്ളത്. ഇവിടുന്ന് അങ്ങനെ നല്ല കയറ്റാണ്, നല്ല ഹൈറ്റ്. സ്വാഗതമാട് ഭാഗമൊക്കെ നല്ല ഹൈറ്റുള്ള പ്രദേശമാണ്. അവിടേക്ക് പില്ലറിലാണ്. ഇവിടെ പില്ലറിൽ മെയിൻ സ്ലാബിൻ്റെ ഒക്കെ കോൺക്രീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറേ ദൂരത്തിൽ ഇവിടെ പാലാണ്, വടക്ക് പാലം ആണ് നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെയൊക്കെ ഇനി ക്രാഷ് ബാരിയർ നിർമ്മാണം അതൊക്കെ കഴിയാണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ല ഹൈറ്റ് തന്നെയാണ് ഇവിടെ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ താഴൊക്കെ തെങ്ങുകളൊക്കെ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ അത്രയും മുകളിൽ കൂടിയൊക്കെയാണ്, ഹൈറ്റിലാണ് ഈ പാലം വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. ഇത്രക്കും സങ്കീർണമായ സ്ഥലത്ത് കൂടി ഇത് സ്ഥലം ഏറ്റെടുത്താണ്. കാരണം മെയിൻ ടൗണിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത്ര ഭാഗം ചിലവ് ചുരുക്കിയിട്ടാണ് ഇവർ ഈ ഭാഗത്ത് കൂടി റോഡ് കൊണ്ടുപോകുന്നത്. ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത് പാലത്തിൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞൊക്കെ കാണാം. ഇവിടെ നിങ്ങളുടെ കുറച്ച് ഒരു സൈഡിൽ കട്ട വെച്ച് ഉയർത്തിയാണ്, കട്ട വെച്ചിട്ട് മണ്ണിട്ട് ഉയർത്തിയാട്ടോ. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റൈറ്റ് സൈഡിൽ അത്യാവശ്യം ദൂരത്ത് തന്നെ പാലം തന്നെയാണ് ഡയറക്റ്റ് കടന്നു പോകുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ മണ്ണിട്ട് ഉയർത്തിയ ഭാഗമാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുക കേട്ടോ. ഇവിടെയൊക്കെ നല്ല കയറ്റാട്ടോ. സർവീസ് റോഡിൻ്റെ വർക്കൊന്നും അധികം കാര്യമായിട്ട് കഴിഞ്ഞിട്ടില്ല. സർവീസ് റോഡിലൂടെയൊക്കെ നല്ല ഇറക്കാണ്. അതുപോലെ ഈ ഭാഗത്തൊക്കെ നോക്കി ഞങ്ങൾക്ക് കാണുന്നത് സർവീസ് റോഡിൻ്റെ ഹൈറ്റൊക്കെ. റൈറ്റ് സൈഡിലാണ് സർവീസ് റോഡൊക്കെ നല്ല ഇറക്കാട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ സ്വാഗതമാട് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഒരു ഓവർപാസ് വരുന്നത്. ഈ ഭാഗത്തൊക്കെ മണ്ണെടുത്ത് നല്ല താഴ്ത്തിയിട്ടുണ്ട്. ഓവർപാസിൻ്റെ താഴത്തുള്ള മണ്ണൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്വാഗതമാട് അവിടെയുള്ള ഓവർപാസ്. ഈ ബൈപ്പാസ് കടന്നതിന് ശേഷമുള്ള ഒരു ഓവർപാസ് ആട്ടോ. ഇവിടെയൊക്കെ താഴത്ത് കാണാം കുറേ ഭാഗത്തൊക്കെ ടാറിങ് ഒക്കെ കഴിഞ്ഞാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ വർക്കിന് ആവശ്യമുള്ള മെറ്റീരിയൽസൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ രണ്ട് സൈഡിലൊക്കെ സർവീസ് റോഡിനൊക്കെ വർക്ക് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. സർവീസ് റോഡിന് ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ഇപ്പോൾ നമ്മൾ സ്വാഗതമാട് ചെനക്ക ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പഴയ ഹൈവേ പോകുന്ന കോട്ടക ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് കാണുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് കോട്ടക്ക ചെങ്കോട്ടി കോട്ടക ഭാഗത്തേക്കും പഴയ ഹൈവേ കടന്നു പോകുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ടാണ് ഇവിടെ പുതിയ ഹൈവേ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ രണ്ട് സൈഡും സർവീസ് റോഡിൻ്റെ വർക്കാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ ചെനക്കൽ ഓവർപാസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറേ മണ്ണെടുത്ത് നീക്കം ചെയ്യാനുണ്ട്. ഓവർപാസ് വരുന്ന സ്ഥലത്തൊക്കെ റോഡ് കുറച്ച് താഴ്ത്തിയിട്ടാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ആ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് മണ്ണ് നീക്കം ചെയ്യാനുണ്ടാവും. ഈ മലപ്പുറം ജില്ലയിലെ മെച്ചതാണ്, കുറേ ഓവർപാസുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ കുറേ മണ്ണ് വർക്കിന് ആവശ്യമുള്ള മണ്ണ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നീക്കം ചെയ്ത് കിട്ടുന്നതാണ്. അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ഈ മണ്ണ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ചെനക്കല ഓവർപാസ് കേട്ടോ. നല്ല വീതിയുള്ള വലിയ ഓവർപാസ്സാണ്. നിർമ്മാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.